പാഠം 141. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്. മോനേട്ടാ, അതെ ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ? അപ്പോ ഉറപ്പായി നിനക്കുന്ന ദുരുദ്ദേശം ഉണ്ടെന്ന്? അയ്യോ, ദുരുദ്ദേശമൊന്നുമില്ല. മോഹനായിട്ട് വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമാ. മുഖപരമതി, കാര്യം പറ. അഡ്വക്കേറ്റ് വിശ്വനാഥ് സാറിനെ മോഹനായിട്ട് അറിയാലോ? അറിയാം. വക്കീലന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് മാന്യനാണ്. അത്രയും മാന്യനായ ഒരാൾ വക്കീലായതെങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വിശ്വനാഥ സാറിന്റെ അനിയൻ ഗോപിനാഥൻ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം പുള്ളിക്കാരൻ ഒരു 30 സെന്റ് സ്ഥലം വാങ്ങി. അത് മോഹനേട്ടന്റെ വില്ലേജിന്റെ കീഴിലാ. അയാളുടെ പേരെന്നാ പറഞ്ഞത്? ഗോപിനാഥൻ. മനസ്സിലായി. അയാൾ വാങ്ങിയ 30 സെന്റ് പെരേടത്തിന്റെ പോക്കുവരവ് ചെയ്യാനായി വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനായി കഴിഞ്ഞ ഒരാഴ്ചയായി അയാൾ അവിടെ കയറി ഇറങ്ങുകയാണ്. പക്ഷേ നടക്കില്ല. അത് പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല. മോഹനേട്ടാ, നീ ഒന്നും പറയണ്ട. എടി, അയാൾ വാങ്ങിയ 30 സെന്റ് ഭൂമിയിൽ 2.5 സെന്റ് സ്ഥലം സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയാണ്. ചുളുവിൽ ആ 2.5 സെന്റ് തട്ടിയെടുക്കാനുള്ള ഗോപിനാഥന്റെ വേല അയാളുടെ കയ്യിലിരിക്കുള്ളൂ. മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്നിടത്തോളം കാലം സർക്കാരിന്റെ ഒരു തുണ്ട് ഭൂമി പോലും തട്ടിയെടുക്കാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല. മോഹനേട്ടാ, ഇങ്ങനൊരു നിസ്സാര കാര്യത്തിന് ഒരാളുടെ ശത്രുത ഉണ്ടാക്കുന്ന എന്തിനാ മോഹനേട്ടാ? അതൊന്ന് ശരിയാക്കി കൊടുത്തേക്ക്. ശരിയായി കൊടുക്കാം. എടി, കള്ളപ്രമാണം ഉണ്ടാക്കി ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോ ആഫീസറുടെ ഭാര്യയെ സ്വാധീനിച്ച് ശുപാർശ ചെയ്യിച്ച് കാര്യം നടത്താൻ നോക്കുന്ന അവനെപ്പോലുള്ള അലവലാദികളുണ്ടല്ലോ. മോഹനകൃഷ്ണന് പുല്ലാണ്. ഇനി ആ പോക്കറുവിന്റെ കാര്യം പറഞ്ഞ് ഗോപിനാഥൻ കാന്തല്ലൂർ വില്ലേജ് ഓഫീസിന്റെ ഏരിയയിലും കണ്ട അവരെ കാര്യം വെല്ലുവിളി. നിന്നെ പോലെയോ ഗോപിനാഥനെ പോലെയോ നാട്ടുകാരെ പറ്റിച്ചു കഴിയുന്ന ഒരു തട്ടിപ്പുകാരനല്ല ഈ മോഹനകൃഷ്ണൻ. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വില്ലേജ് ഓഫീസറാണ് ഈ മോഹനകൃഷ്ണൻ. ബാക്കി വന്നിട്ട് സാറിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു സാർ അങ്ങ് പോയി കാണുമെന്ന്. എന്നെ മനസ്സിലായില്ലേ? തോമസ് ഊട്ടി, പുളിക്കലെ തോമസ് ഊട്ടി. ഇന്നലെ ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. ഇതാരാ? പുളിക്കലെ തോമസ് ഊട്ടി രാവിലെ എന്നെ മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. വക്കീലിനെ അറിയില്ലായിരിക്കും. ഞാനൊരു പാവം തോമസ് ഊട്ടി. പഞ്ചായത്ത് ഓഫീസിന്റെ പുറയിൽ എനിക്കൊരു 15 സെന്റ് പുരയിടമുണ്ട്. അത് പണയപ്പെടുത്തി എനിക്ക് ചെറിയൊരു കട തുടങ്ങണമെന്ന് മോഹം ഉണ്ടായിരുന്നു. ബാങ്കുകാർ കാശ് തരാനും സമ്മതിച്ചു. പക്ഷെ ഈ സാറ് അതിന് സമ്മതിക്കുന്നില്ല. അവന് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം. പക്ഷെ ആധാരത്തിലെ സർവേ നമ്പർ അല്ല, കരമടച്ച രസീതിലുള്ള സർവേ നമ്പർ. എങ്ങനെ കൊടുക്കും? സാറ് വലിയ വില്ലേജ് ഓഫീസറൊക്കെ ആയിരിക്കും. നിയമവും കാര്യമൊക്കെ പറയാനും അറിയായിരിക്കും. എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത പാവങ്ങളെ പറ്റിച്ചാണല്ലോ സർക്കാർ സാറിന് ശമ്പളം തരുന്നത്. തോമസ് ഊട്ടി, വേണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിൽ വരണം. ഇതെന്റെ വീടാ. അയ്യോ, ഓഫീസിൽ എങ്ങനെ വരും? തന്നെ പോലുള്ള പെരും കള്ളന്മാരുടെ സ്ഥലമല്ലയോ സർക്കാർ ഓഫീസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ നിന്ന് പറയും. എടാ അലവലാതി വില്ലേജ് ഓഫീസറെ, നീയൊക്കെ എന്താണ് കരുതിയത്? പാവപ്പെട്ട പൊതുജനങ്ങൾക്കായിട്ടാ സർക്കാർ ആ വില്ലേജ് ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ തനിക്കത് മനസ്സിലാവത്തില്ല. നിന്റെ ധാരണ ആ വില്ലേജ് ഓഫീസ് നിന്റെ തന്തയ്ക്ക് ശ്രീധരനായി കിട്ടിയതാണെന്നല്ലേ? എന്നോട് ചെയ്ത ദ്രോഹത്തിന് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തിനകം എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അമ്മയാണ് നിന്നെ ഞാൻ തട്ടും. ഒരു വില്ലേജ് ഓഫീസർ വന്നിരിക്കുന്നു. എവനെയൊക്കെ ഓഫീസറാക്കിയ സർക്കാരിന് പറഞ്ഞാൽ മതി.
തോമസ് കുട്ടിയോടാ അവന്റെ കളി. ഹലോ മോഹനേട്ടാ, മോഹനേട്ടാ, 2 മിനിറ്റ് മുന്നേ സാർ എന്താണ് പറഞ്ഞത്? സാറ് നാട്ടുകാർ മുഴുവൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസറാണെന്ന്. ഇപ്പോൾ ആ കണ്ടതിനെയാണോ നമ്മൾ ആരാധന ആരാധന എന്ന് പറയുന്നത്? തോമസ് കുട്ടിക്ക് ഇതാണ് ആരാധനയെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ആരാധനയായിരിക്കും? ഈ സാധാരണ ഇവിടെ വെച്ചുള്ള ഈ ആരാധന മാത്രമേ ഉള്ളൂ, അതോ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ആരാധകർ ഉണ്ടാവാറുണ്ടോ? ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, മോഹനേട്ടനുള്ള ആരാധന മൂത്തുമൂത്ത് ആൾക്കാര് മോഹനേട്ടന്റെ അച്ഛനെ ആരാധിച്ചു തുടങ്ങിയല്ലോ. ഭാഗ്യം. ഇതുപോലുള്ള മക്കളുണ്ടായാൽ മരിച്ചുപോയ അച്ഛന് പോലും ആളുകൾക്ക് തികഞ്ഞ ബഹുമാനം. ഒരു മുഴുക്കുടിയൻ നേരം വെളുക്കുന്നതിന് മുമ്പ് മൂക്കൂട്ടം കുടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും തോൽക്കുന്ന ആളല്ല ഈ മോഹനേട്ടൻ. തോമസ് കുട്ടിക്ക് ഈ ജന്മം പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല. നീ നോക്കിയോ? വലിയ വായിലുള്ള ഈ വർത്തമാനമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. എന്ത് പറഞ്ഞാലും തർക്കം. ഒരുമാതിരി കോഴിയുടെ സ്വഭാവ. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും കോഴി ബഹളം ഉണ്ടാക്കൂലോ. എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഒരുപാട് സംസാരിക്കുന്നവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നൊരു മഹത് വചനമുണ്ട്. ഇവിടെ അത് തന്നെയാണ് സ്ഥിതി. വർത്താനത്തോട് വർത്താനമാണ്. ഞാൻ ആരോട് കേട്ടു നിൽക്കുന്നു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പണ്ടേ ഈ വൽ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഇങ്ങനെയുണ്ടൊരു മുദ്രാവാക്യം വിളി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശുപാർശ പറയുന്നത്, അതും ഒരു നിസ്സാര കാര്യത്തിന്. പക്ഷെ കേൾക്കൂല. എങ്ങനെ കേൾക്കാനാണ്? ഒരു കാര്യം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഭാര്യയ്ക്കൊരു അന്തസ്സുണ്ടായാൽ അങ്ങേർക്കും സഹിക്കൂലല്ലോ. ഒരു വില്ലേജ് ഓഫീസർ വന്നിരിക്കുന്നു. മോഹനേട്ടാ, മോഹനേട്ടാ, ഫോൺ അടിക്കുന്നു കേട്ടൂടെ? ഈ മനുഷ്യൻ ചെവി കേൾക്കാണ്ടായോ? മോഹനേട്ടാ, ഇതിനിടയ്ക്ക് ഭാര്യയും കാലം കൂടെ എടുത്ത് ആള് സ്ഥലം വിട്ടോ? കാപ്പിയോടെ കുടിച്ചില്ലല്ലോ. മോഹനേട്ടാ, ഇവിടെ നിൽക്കായിരുന്നോ? ഈ ഫോൺ അടിക്കുന്ന മോഹനേട്ട കേട്ടൂടെ? ഹലോ, കട്ടായി. എത്ര നേരമായി മോഹനേട്ട ഇത് ഇവിടെ ഇരുന്ന് അടിക്കുന്നു? അടുക്കളയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടും മോഹനേട്ടൻ ഇതെടുക്കാനുള്ള നേരം ഉണ്ടായില്ല. എന്താന്ന് മിണ്ടാത്തത്? വായില്ല നാക്കില്ലേ? ഞാൻ സംസാരിക്കുന്നതാണല്ലോ നിന്റെ പ്രശ്നം. ഇനി ഈ വീട്ടിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ അത്രയും പറഞ്ഞ വാശി തീർത്തായിരിക്കും. എത്ര നേരത്തേക്കാണാവോ ഈ മിണ്ടാവൃതം? നീ മാപ്പ് പറയുന്നവരെ ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ല. നല്ല ബുദ്ധി. ഇങ്ങനൊരു കുരുട്ടുബുദ്ധി കാണിച്ചാൽ ഞാൻ തോൽക്കുന്നു കരുതി കാണും. ഞാൻ പറഞ്ഞതില് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പ് പറയാൻ സൗകര്യമില്ല. ഫോൺ അടിക്കുന്നു, എടുക്കുന്നോ? സോറി, മിണ്ടാൻ പറ്റില്ലല്ലോ സാറിന്. ഹലോ, അതെ, ശിശുപാലൻ ചേട്ടനാണ്. മോഹനേട്ടൻ അന്വേഷിക്കുന്നു. മനസ്സിലായില്ല? ഹലോ ശിശുപാലൻ ചേട്ടാ, മോഹനേട്ടൻ ഇവിടെയുണ്ട്. പക്ഷേ സംസാരിക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ മോഹനേട്ടന്റെ നാക്ക് കാണാനില്ല. എവിടെ പോയെന്നറിയില്ല. ഞങ്ങള് ഇവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക. പോലീസിന് പരാതിപ്പെട്ടിട്ടുണ്ട്. നാക്ക് കണ്ടു കിട്ടിയാൽ അറിയിക്കാം കേട്ടോ. ശരി. അപ്പൊ വില്ലേജ് ഓഫീസറോട് സംസാരിച്ച ശേഷം പോയെന്നറിഞ്ഞാൽ ശിശുപാലൻ ചേട്ടനും കാഞ്ചനിക്ക് സ്വയംപ്രഭയ്ക്കൊക്കെ എന്തായിരിക്കും ഒരു സന്തോഷം. സാറിന്റെ കുറെ അവർ സഹിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. കാപ്പി കുടിക്കാൻ വരുന്നുണ്ടോ? വാ തുറന്നൊന്നും മിണ്ടില്ലാന്നല്ലേ ഉള്ളൂ. വലത് വിട്ടുവീഴുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. Can you please